സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ചിട്ടുള്ള കുറച്ച് സ്റ്റഡി ടെക്നിക്കുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു ടെക്നിക്സ് ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണെങ്കിലും +2 ആണെങ്കിലും PSC ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്റ്റഡി ടെക്നിക്സാണ്. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ആക്റ്റീവ് റീകോളാണ്. അതായത് നമ്മൾ ചുമ്മാ ഇങ്ങനെ വായിച്ചു പോകുന്നതിനേക്കാളും നല്ലത് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതാണ്. ആക്റ്റീവ് റീകോളിംഗ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ബുക്ക് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് എന്താണോ നമ്മൾ മുമ്പ് പഠിച്ചത് അത് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ വായിച്ചത് എന്താണോ അത് അത്രയും പറ്റുന്ന അത്രയും ഓർഡറിൽ നമുക്കൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മൾ ഒരു പാരഗ്രാഫ് ആയിരിക്കും പഠിച്ചിട്ടുള്ളത്. ആ പാരഗ്രാഫിലെ മെയിൻ പോയിൻറ്റ്സ് എന്തായിരുന്നെന്ന് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് നോക്കുക. വേണമെങ്കിൽ ഇതിൽ ഫ്ലാഷ് കാർഡ്സും യൂസ് ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് കാർഡിൽ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ആക്റ്റീവ് റീകോളിങ്ങിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഒരു റഫായിട്ടുള്ള നോട്ടിലേക്ക് എഴുതുന്നതായിരിക്കും. ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ കുറച്ച് പേപ്പറോ അതിനായിട്ട് മാറ്റി വയ്ക്കുക. എന്താണോ നിങ്ങൾ ഓർത്തെടുക്കുന്നത് അത് അതിലേക്ക് എഴുതി പോകുന്നത് വളരെ പ്രയോജനപ്പെടുത്തുന്നതാണ്. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് സ്പേസ്ഡ് റെപ്പറ്റീഷനാണ്. അതായത് നമ്മൾ എന്ത് പഠിക്കുന്നോ അത് വീണ്ടും വീണ്ടും റിവ്യൂ ചെയ്യുക. ആ റിവ്യൂ ചെയ്യുന്നതിന് കുറച്ച് ദിവസങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഡേ 1 ആണെങ്കിലും അടുത്തത് 3ാമത്തെ ദിവസം മറ്റന്നാളിൽ നമ്മൾ വീണ്ടും അത് റിവിഷൻ ചെയ്യണം. ഡേ 3 അടുത്തത് ഡേ 7 അതായത് ഒരാഴ്ചയാകുമ്പം വീണ്ടും റിവിഷൻ ചെയ്യണം. നെക്സ്റ്റ് റിവിഷൻ ചെയ്യേണ്ടത് ഡേ 14 ആണ്. അതായത് 2 വീക്സ് ആകുമ്പോഴാണ് അടുത്ത റിവിഷൻ ചെയ്യേണ്ടത്. ഏറ്റവും ലാസ്റ്റ് റിവിഷൻ ചെയ്യേണ്ടത് ഡേ 30 ആണ്. അതായത് ഒരു മാസം. അപ്പോൾ ആദ്യത്തെ ദിവസം പഠിക്കുന്നത് 3ാമത്തെ ദിവസം വീണ്ടും റിവിഷൻ ചെയ്യണം. ഒരാഴ്ച കഴിയുമ്പോൾ റിവിഷൻ ചെയ്യണം. 2 ആഴ്ച കഴിയുമ്പോൾ റിവിഷൻ ചെയ്യണം. ഏറ്റവും ലാസ്റ്റ് ഒരു മാസം കഴിയുമ്പം റിവിഷൻ ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് പരീക്ഷ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തലേന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഈ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ നല്ല ഓർമ്മയുണ്ടാവും. അടുത്തത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ടെക്നിക്കാണ് പൊമഡോറോ ടെക്നിക്ക്. ഇതിൽ ഒരു സൈക്കിൾ പോലെയാണ്. നമ്മളിപ്പോൾ പഠിക്കാൻ ഒരു 30 മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 25 മിനിറ്റ് നന്നായിട്ട് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. വീണ്ടും അടുത്ത 25 മിനിറ്റ് പഠിക്കുക, അടുത്ത 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഒരു സൈക്കിൾ പോലെ പഠിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ 4 സൈക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു 20 മിനിറ്റ് അങ്ങ് ബ്രേക്ക് എടുക്കാം. അപ്പോൾ 25 മിനിറ്റ് പഠിക്കുക, പിന്നെ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, വീണ്ടും 25 മിനിറ്റ് 5 മിനിറ്റ് ബ്രേക്ക്. ഇങ്ങനെ 4 സൈക്കിൾ ഫോളോ ചെയ്ത ശേഷം 20 മിനിറ്റ് കംപ്ലീറ്റ് ബ്രേക്ക് എടുക്കാൻ കഴിയും. ഈ ഒരു ടെക്നിക്കിൻ്റെ പ്രത്യേകത പരീക്ഷയൊക്കെ അടുക്കുമ്പോൾ പെട്ടെന്ന് സിലബസൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അധികം സമയം നമ്മൾ പാഴാക്കത്തില്ല. നമ്മൾ ചിലപ്പോൾ ഒരു ലക്ഷ്യമില്ലാതെ പഠിക്കാനിരിക്കുമ്പോൾ 10 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് 20 മിനിറ്റ് വെറുതെ കളയും. പക്ഷേ ഇങ്ങനൊരു സൈക്കിൾ പോലെ പഠിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ ആ 25 മിനിറ്റിനുള്ളിൽ പഠിക്കണമല്ലോ എന്നൊരു വെപ്രാളം കൊണ്ട് അധികം ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ പെട്ടെന്ന് പഠിച്ചു തീർക്കുന്നതാണ്. 4ാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഫെയ്ൻമാൻ ടെക്നിക്കാണ്. അതായത് നമ്മളൊരു 10 വയസ്സുള്ള കുട്ടിയെ പഠിപ്പിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ആ കുട്ടിക്ക് ഒന്നും അറിയില്ല. അപ്പോൾ അതിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? നിങ്ങളിപ്പോൾ ഒരു തിയറി പഠിക്കുകയാണ് അല്ലെങ്കിൽ കണക്ക് പഠിക്കുകയാണ്. അത് 10 വയസ്സായ ഒരു കുട്ടിയോട് നിങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും? ആ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ 10 വയസ്സുള്ള കുട്ടി വേണമെന്നില്ല, ഒരു പാവയായാലും മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെടിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വസ്തുവിനെ പഠിപ്പിക്കാനായിട്ട് എടുക്കുക. അതിനെ 10 വയസ്സുള്ള കുട്ടിയായിട്ട് സങ്കല്പിച്ചിട്ട് അതിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മൾ പഠിച്ചു തുടങ്ങും. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം പകുതിയാകുമ്പോൾ നമ്മൾ സ്റ്റക്കാവും. അത് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മൾ സ്റ്റക്കായി പോകുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഒന്നുകൂടെ പോയി ഒന്ന് റിവ്യൂ ചെയ്യണം, ഒന്നുകൂടെ ഒന്ന് വായിക്കണം, ഒന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നിട്ടും വീണ്ടും സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ്. നമ്മൾ അന്ന് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. മറ്റൊന്ന് ഇൻ്റർലിവിങ് മെത്തേഡാണ്. അതായത് പല വിഷയങ്ങൾ മിക്സ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഒരു ദിവസം ഫുള്ള് നമ്മൾ ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ബോറടിക്കും അല്ലേ? പക്ഷേ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വെറൈറ്റി സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നും. ഉദാഹരണമായിട്ട് ആദ്യം നിങ്ങൾ കണക്കാണ് പഠിക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഫിസിക്സ് പഠിക്കുക, വീണ്ടും കണക്ക് പഠിക്കുക, നെക്സ്റ്റ് കെമിസ്ട്രി എടുക്കുക. ഈ രീതിയിൽ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബോറടിക്കില്ല. ഇപ്പം നിങ്ങൾക്ക് കണക്കായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ കണക്ക് 2 പ്രാവശ്യം പഠിക്കാൻ കഴിയും ഒരു ദിവസം തന്നെ. ഇന്ന് മുതൽ നിങ്ങളിതിൽ ഏത് ടെക്നിക്കാണ് ഫോളോ ചെയ്യാൻ പോകുന്നതെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. താങ്ക് യു.